നിങ്ങൾ പറയേണ്ടത് ഒന്നാം കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ, രണ്ടാം കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ, മൂന്നാം കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വരുമോ എന്നാണ്. ആശയം ചോർന്നത്, നിലപാടുകൾ ചോർന്നത് ആർക്കാണ് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. 2000 അല്ല 10,000 കോടി തന്നാലും നിങ്ങളുടെ നാഗ്പൂരിലെ RSSന്റെ പാഠം ഇവിടെ പഠിപ്പിക്കില്ലെന്ന് തമിഴ്നാട്ടിലെ സ്റ്റാൻലിൻ. അദ്ദേഹത്തിന് അത് പറയാം. കാരണം എന്താണോ, മക്കൾ അധ്വാനിച്ചിട്ടാ തിന്നുന്നത് അല്ല. അതുകൊണ്ട് പറയാം, അതുകൊണ്ട് അയാൾക്ക് പറയാം. എന്താ മമതാ ബാനർജി പറഞ്ഞത്? സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, പ്രയാസമുണ്ട്, പക്ഷേ പിച്ചപ്പാട്ട എടുക്കേണ്ടി വന്നാലും ഇതിവിടെ നടപ്പിലാക്കാൻ പറ്റൂല. ആ മമതയുടെ തലമുടിയുടെ ബലം നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ നടുപ്പുറത്തുണ്ടോ എന്ന് CPM-കാരൻ ഒന്ന് പരിശോധിച്ച് നോക്ക്. ഞാൻ അത്ര പറയുള്ളൂ. ഇനി ഒരു ഡയലോഗ് ഞാൻ പറയാം. അതിങ്ങനെയാണ്: ഇവിടെ NEP അംഗീകരിക്കും, SIR നടപ്പിലാക്കും, ഖഡ്ഗേവാറിനെ കുറിച്ചും സവർക്കറെ കുറിച്ചും ഇവിടെ പഠിപ്പിക്കും, ഗാന്ധിജിയെ മറക്കും, നെഹ്റുവിനെ മറക്കും, അബുൽ കലാം ആസാദിനെ മറക്കും. ഞങ്ങൾ പൗരത്വ രജിസ്റ്റർ കൊണ്ടുവരും. ആത്മവിശ്വാസം തുളമ്പുന്ന ഈ വാക്ക് കെ സുരേന്ദ്രന്റെ പത്രസമ്മേളനമാണ്. പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ ഈ ആത്മവിശ്വാസം എങ്ങനെയാണ് കിട്ടിയത് എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കുക. ഞാൻ നിങ്ങളോട് പറയട്ടെ, തട്ടമിട്ട മുസ്ലിം പെൺകുട്ടിയെ ചേർത്തു പിടിച്ച് ഫോട്ടോഷൂട്ട് നടത്തുന്ന ശിവൻകുട്ടിയെ കാണുമ്പോൾ തരളിതമായി പോകുന്നവരോട് ആ തട്ടത്തിന്റെ മറയത്ത് കാവി പുതച്ച് കിടക്കുന്ന CPM-ന്റെ ഭീകരത കാണാൻ മറന്നു പോകരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.